ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വെളിപാട് ഗ്രന്ഥവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചാണ്. പലപ്പോഴും ഈ വെളിപാട് ഗ്രന്ഥം നമ്മളിൽ പലർക്കും മുദ്ര വയ്ക്കപ്പെട്ട ഒരു രഹസ്യമായിട്ട് നിലനിൽക്കുകയാണ്. അതിൽ വചന ശുശ്രൂഷകൾക്ക് പോലും പലപ്പോഴും കാരണമായി മാറുന്നത് പരിശുദ്ധയമ്മ വാഗ്ദാന പേടകം, 7 സഭകൾക്കെഴുതിയ ലേഖനങ്ങളിലെ ചില ഉദ്ധരണികളിൽ അത്രമാത്രമാണ് പലരുടെയും ധ്യാനവിഷയവും അറിയുന്ന വചനവുമൊക്കെയായിട്ട് വെളിപാട് ഗ്രന്ഥം നിൽക്കുന്നത്. ഈ വെളിപാട് ഗ്രന്ഥം ശരിക്കും ഒരു ആരാധനാക്രമത്തിൻ്റെ രൂപത്തിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം വായിച്ചു പോകുമ്പോൾ ആരാധനാ സ്തുതികൾ സൂചിപ്പിക്കുന്ന ഒരു ബലിയർപ്പണത്തിൻ്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം പാത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ വിശുദ്ധ യോഹന്നാൻ നാട് കടത്തപ്പെട്ട സ്ഥലമാണ് പാത്മോസ്. ആ ദ്വീപിലിരുന്ന് ഒരു ഞായറാഴ്ച അർപ്പണത്തിൽ പങ്കുചേരുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ദൈവ ദർശനമാണ് ഈ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുക, വിശുദ്ധ കുർബാനയിൽ ഉള്ള പങ്കാളിത്തത്തിൽ ആളുകൾ പറയുന്ന പല മറുപടികളും ഈ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. ആമേൻ എന്നുള്ള ആവർത്തിച്ചുള്ള ഉദ്ധരണികൾ, ഹല്ലേലൂയ എന്ന ഗീതങ്ങൾ, പരിശുദ്ധൻ 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 എന്നുള്ള ആവർത്തിച്ചുള്ള ദൈവസ്തുതികൾ, അതുപോലെ തന്നെ 24 ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യവും 7 ദീപപീഠങ്ങളും ധൂപാർപ്പണങ്ങളുമെല്ലാം വിശുദ്ധ കുർബാനയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ ഒരു രൂപത്തിൽ, അല്ലെ വിശുദ്ധ കുർബാന ആരാധനയുടെ രൂപത്തിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഉദ്ധിതൻ്റെ സാന്നിധ്യം വീണ്ടും നമ്മളെ വിശുദ്ധ കുർബാനയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്, നിഗൂഢ മന്ന, ഇതൊക്കെ വിശുദ്ധ കുർബാനയുടെ പ്രതീകങ്ങളാണ് എന്ന് നമ്മൾ പല സ്ഥലത്തു നിന്നും വായനകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിരന്തരം ഉയരുന്ന ദൈവസ്തുതികളും വിവാഹ വിരുന്നുകൾ, ഒത്തിരിയേറെ വിരുന്നുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ വെളിപാട് ഗ്രന്ഥത്തിൽ. അപ്പം വിശുദ്ധ കുർബാന പോലും ഒരു വിരുന്നിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ വിവാഹ വിരുന്നുകൾ, കുഞ്ഞാടും മണവാളനും തമ്മിലുള്ള വിവാഹ വിരുന്ന്, രക്ഷിക്കപ്പെട്ടവരുടെ വലിയൊരു സമൂഹം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്, വെളുത്ത വസ്ത്രം ധരിച്ചവർ ഈ ആരാധനയിൽ ഒന്നുചേരുന്നത് ഒക്കെ വിശുദ്ധ ബലിയർപ്പണത്തിലെ വിശുദ്ധരുടെ സാന്നിധ്യം ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരാനിരിക്കുന്ന ഒരു രക്ഷാകര രഹസ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് മാറുകയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ വെളിപാട് ഗ്രന്ഥം നമ്മൾ ശ്രദ്ധ ചെലുത്തി മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ഒത്തിരിയേറെ ദർശനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. വെളിപാട് ഗ്രന്ഥത്തോടുള്ള സ്നേഹവും വായനയും ഒക്കെ നമ്മളെ കൂടുതൽ കുർബാന രഹസ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.